AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി നൈസായ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണേ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മുറി നാളികേരം ചിരകിയതും. ജീരകം നമ്മൾ ചതയ്ക്കണമൊന്നുമില്ല, അത് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ അരിപ്പൊടിയിലേക്ക് നാളികേരവും ജീരകവും ഒക്കെ. ഇത് ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ കൊണ്ട് ഇത് മിക്സാക്കലും കൂടി ആവുമ്പോൾ ശരിയാവണില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് മിക്സാക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് ചേർത്തിട്ട്. അപ്പം നന്നായി വെട്ടി തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ ഈ സമയം തന്നെ ഞാൻ നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുക്കാം. മാവെല്ലാം ഉരുട്ടിയെടുത്ത സമയം കൊണ്ട് തന്നെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുള്ള വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്ത ബോൾസ് നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് നന്നായി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക. നമ്മളിതിൽ തിളച്ച വെള്ളം ഒഴിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള എല്ലാ ബോൾസും നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ അതൊന്ന് കവർ ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് ആവി കയറ്റി എടുക്കുക. 10 മിനിറ്റ് വേണമെന്നില്ല, എന്നാലും ഏകദേശം സമയം പറഞ്ഞതാണ്. അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് ആയപ്പോഴേ തുറന്ന് നോക്കി. അപ്പോൾ തന്നെ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് മുറിച്ച് നോക്കിയിട്ടുണ്ട്, ഉള്ളെല്ലാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഈ തട്ടിൽ നിന്നൊന്ന് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ച് തരണമല്ലോ. അപ്പോൾ അതൊന്ന് മുറിച്ചൊന്ന് കാണിച്ച് തരികയാണ്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ചത് കൊണ്ടാവാം നല്ല സോഫ്റ്റും ഉണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കറി കൂട്ടി കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കറിയൊന്നും ഉണ്ടാക്കാറില്ല ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം.